എൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു ചൂടുകാല രസായം മാങ്ങാപ്പഴം വെച്ചുണ്ടാക്കാം. മാമ്പഴക്കാലമാണല്ലോ, ധാരാളം നാട്ടുമാമ്പഴം വീണിരിക്കുകയാണ്. അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ ഞെട്ട് ഭാഗം ചെത്തി ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഈ ജ്യൂസ് ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ജ്യൂസ് ഒരു കപ്പ് എടുത്തു വെച്ചതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞുതരാം. നോൺ സ്പാൻ എടുത്ത് വെച്ച് ഇതിലോട്ട് ഒരു മഗ് ഈ ജ്യൂസ് ചേർക്കുന്നു. നല്ല സിറപ്പാണ്. ഇതിൽ ഇത് പിഴിഞ്ഞോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചോ അരിച്ചെടുക്കണം. ഈ അരിച്ചെടുത്ത മിശ്രിതം അടുപ്പിൽ വെച്ച് ചൂടാകാൻ അനുവദിക്കണം. നല്ല സിറപ്പാണ്, വെച്ചാൽ നല്ല തിക്കായിട്ടുള്ളൊരു സിറപ്പാണ്. ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയല്ല, അതിന് പകരം ഒരു സൂപ്പർ സാധനം, നല്ല വെളുത്ത ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിന് അരക്കപ്പ്, ആ മഗ്ഗിന് ഒരു മഗ്ഗിന് ഇതിന് അരക്കപ്പ് ശർക്കരപ്പാനി ചേർക്കുന്നു. ശർക്കരപ്പാനി ചേർത്ത് ഈ മിശ്രിതം ഒന്ന് ചൂടാക്കണം. ഒരുപാട് വെന്ത് പിരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കാരണം ഇതെല്ലാം നല്ല തിക്കാണ്. ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന മിശ്രിതത്തിലോട്ട് ശർക്കര മാമ്പഴ മിശ്രിതത്തിലോട്ട് പിന്നെ ചേർക്കേണ്ടത് ഇത്രയും ഇഞ്ചി നീര്, ഇത്രയും ലൈം ജ്യൂസ് വിത്ത് പിഞ്ച് ഉപ്പ്, സ്വല്പം ഉപ്പ് ചേർത്ത ലൈം ജ്യൂസുമാണ് ചേർക്കേണ്ടത്. ഇതൊന്ന് പതുക്കെ തിളയ്ക്കണം, എന്നാലല്ലേ ഇത് കേടാകാതിരിക്കത്തുള്ളൂ. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഇതിന് മധുരത്തിന് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. ഇതിന് തന്നെ നല്ല മധുരമാണ്. അപ്പോൾ ഒരു 2 സ്പൂണോ 3 സ്പൂണോ എടുത്താൽ ഒരു ഗ്ലാസ് സിറപ്പാക്കാം. ഇത് ഇപ്പോൾ ഈ നാട്ടുമാമ്പഴം ഉള്ള സമയത്ത് ഉണ്ടാക്കി ഞാൻ ധാരാളമായിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ടപ്പേന്നെടുക്കാം. ഇപ്പോൾ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ഐസ് കട്ട ഇടാതെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഐസ് ചേർത്ത് ഉപയോഗിക്കാം. ഇനി ഇത് പതിയെ ചൂടായി കഴിഞ്ഞു. ഇതിലോട്ട് ഇഞ്ചി നീര് ഒഴിച്ചു. പിന്നെ ചേർക്കേണ്ടത് ലൈം ജ്യൂസ്, ഒരു സ്വല്പം ഉപ്പ് ചേർത്തത്. ഈ മധുരം ക്രമീകരിക്കാനാണത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലൈം ജ്യൂസും ചേർത്തു. അപ്പോൾ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ചെറുതായിട്ട് ചൂടായി, ഒരുപാട് തിളയ്ക്കണ്ട. ഈ സിറപ്പ് നമുക്ക് ഒരു പാത്രത്തിലാക്കി സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. എപ്പോൾ വേണമെങ്കിലും സ്പൂൺ കൊണ്ട് വടിച്ചെടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഒരു ഗ്ലാസ്സിലോട്ട് സിറപ്പാക്കി, കണ്ടോ? ഈ മാങ്ങയിൽ നിന്നുണ്ടാക്കിയ ഈ സിറപ്പ് നല്ല ടേസ്റ്റാണ്. ഇത് വേനൽക്കാലത്ത് നല്ലൊരു രസായമാണ്. ഇത് വേനൽക്കാല രസായം എല്ലാവരും ഉണ്ടാക്കാൻ നോക്കണമേ.